T20 ലോകകപ്പിന് മുന്നോടിയായുള്ള ഇന്ത്യയുടെ അവസാന T20 പരമ്പര അഫ്ഗാനിസ്ഥാനെതിരെ പുരോഗമിക്കുകയാണ്. 3 മത്സര പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ 6 വിക്കറ്റിന് ജയിച്ച് പരമ്പരയിൽ മുന്നിലെത്തിയിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഇന്ത്യ T20 ലോകകപ്പിൽ പരിഗണിക്കേണ്ടത് സഞ്ജു സാംസണെയാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മുൻ ഇന്ത്യൻ സൂപ്പർ താരം സുരേഷ് റെയ്ന. അതിൻ്റെ കാരണവും റെയ്ന പറയുന്നു. വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായി ശക്തമായ പോരാട്ടം നടക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. ഋഷഭ് പന്ത് ഫിറ്റ്നസ് വീണ്ടെടുത്ത് തിരിച്ചു വരാൻ പോവുകയാണ്. KL രാഹുൽ മികച്ച ഫോമിൽ കളിക്കുന്നുമുണ്ട്. സഞ്ജു സാംസണും ജിതേഷ് ശർമ്മയും ഇഷാൻ കിഷനും നിലവിൽ ടീമിൽ സജീവമാണ്. വളരെ നിർണായകമായ റോളാണിത്. സഞ്ജു സാംസണിനെ എഴുതി തള്ളാനാവില്ല. ഭയമില്ലാത്ത ബാറ്ററാണ് സഞ്ജു. വിക്കറ്റിന് പിന്നിൽ മികവ് കാട്ടാൻ ശേഷിയുള്ള സഞ്ജുവിനെ നായകനെന്ന രീതിയിൽ പോലും ഉപയോഗിക്കാം. ജിതേഷ് ശർമ്മയും KL രാഹുലും ഇഷാൻ കിഷനുമെല്ലാം അവിടെയുണ്ട്. എന്നാൽ മധ്യനിരയിൽ സഞ്ജു സാംസൺ കളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിക്കപ്പ് ഷോട്ടുകൾ നന്നായി കളിക്കാൻ സഞ്ജുവിനാവും. അഫ്ഗാനിസ്ഥാൻ പരമ്പരയും ഇന്ത്യൻ പ്രീമിയർ ലീഗും T20 ലോകകപ്പ് ടീമിൽ ഇടം നേടാനുള്ള സുവർണാവസരമാണ് സഞ്ജുവിന് നൽകുന്നത്. T20 ലോകകപ്പിലെ ഇന്ത്യയുടെ എക്സ് ഫാക്ടറാകാൻ സഞ്ജുവിന് സാധിക്കുമെന്നും റെയ്ന പറഞ്ഞു. എന്നാൽ T20 ലോകകപ്പിൽ സഞ്ജു കളിക്കാൻ സാധ്യതയില്ലെന്നാണ് വസ്തുത. അഫ്ഗാനിസ്ഥാനെതിരായ ഒന്നാം T20യിൽ ഇന്ത്യ ജിതേഷ് ശർമ്മയാണ് കളിപ്പിച്ചത്. സഞ്ജുവിനെ പ്ലേയിങ് 11 പുറത്തിരുത്തുകയും ചെയ്തു. സഞ്ജുവിൻ്റെ സ്ഥിരതയാണ് പ്രശ്നം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഏകദിന സെഞ്ചുറി നേടിയതോടെ സഞ്ജുവിന് കൂടുതൽ പരിഗണന ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ T20 ടീമിൽ സീറ്റ് ഉറപ്പിച്ചെന്ന് പറയാറായിട്ടില്ല. കാരണം T20യിൽ സഞ്ജു ദയനീയ പ്രകടനമാണ് കാഴ്ചവെക്കാറുള്ളത്. എന്നാൽ ഏകദിനത്തിൽ മികച്ച പ്രകടനവും സഞ്ജു കാഴ്ചവെക്കാറുണ്ട്. രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു നായകൻ എന്ന നിലയിലും വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും തകർപ്പൻ പ്രകടനങ്ങളാണ് കാഴ്ചവെക്കാറുള്ളത്. എന്നാൽ ഇന്ത്യയുടെ T20 ടീമിനൊപ്പം ലഭിച്ച അവസരങ്ങളെല്ലാം സഞ്ജു നശിപ്പിച്ചു. നിലവിൽ ഇഷാനും ജിതേഷിനുമാണ് ഇന്ത്യയുടെ T20 ടീമിൽ കൂടുതൽ പിന്തുണ ലഭിക്കുന്നത്. സഞ്ജു T20 ലോകകപ്പ് കളിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരാധകർ ഏറെയാണ്. എന്നാൽ നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ സഞ്ജു T20 ലോകകപ്പിനുള്ള ടീമിൽ പോലും ഇടം ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് വസ്തുത.